ആഹാ ആഹാ ഹാപ്പിയാ ഓഹോ 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 ഹാപ്പിയാ ആഹാ ആഹാ എന്നും ഞാൻ ഹാപ്പിയാ ഓഹോ ഓഹോ എന്നും ഞാൻ ഹാപ്പിയാ അരികിലുണ്ടേശു എന്നും എൻ കൂടെ ഒപ്പവും എപ്പോഴും നല്ലൊരു സഖിയായി കൂടെയുണ്ടെന്നും കൈവിടില്ലെന്നും വാക്കു തന്നപ്പനായി എന്നും എൻ കൂടെ ആര് മറന്നാലും ആര് വെറുത്താലും ആര് തള്ളിയാലും എന്നും ഞാൻ ഹാപ്പിയാ ആര് കൂടില്ലേലും ആര് നിന്നിച്ചാലും ആര് മിണ്ടില്ലേലും എന്നും ഞാൻ ഹാപ്പിയാ ലാ 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 ജീവകാലം ജീവിക്കും ഞാൻ നിൻ വഴിയിലെന്നും ഇനി ചോദ്യം ചെയ്യൽ കുറ്റം പറച്ചിലൊന്നും തന്നെയില്ല പരാതി വീണ കണ്ണടിയില്ല ഇല്ല ഇല്ല എന്നപ്പനമ്മ സോദരങ്ങൾ ദൈവത്തിന്റെ ദാനം ജീവകാലം ജീവിക്കും ഞാൻ നിൻ വഴിയിലെന്നും എൻ ചിന്തകൾക്കും അപ്പുറം എൻ നിലവുകൾക്കും അപ്പുറം എന്നെ നന്നായി വരഞ്ഞു എന്നുടെ താതൻ എന്നുടെ താതൻ എൻ ചിന്തകൾക്കും അപ്പുറം എൻ നിലവുകൾക്കും അപ്പുറം എന്നെ നന്നായി വരഞ്ഞു എന്നുടെ താതൻ എന്നുടെ താതൻ സാറേ നമ്മുടെ ബോയ്സ് മാത്രം കൈയടിച്ച് ഒന്നും പാടിയില്ല സാറേ ഞങ്ങൾ കുറച്ച് താമസമുണ്ട്, കുറച്ച് എവിടേക്കോ ശരിയാക്കാനുണ്ട്. അതുകൊണ്ടാണ് പാട്ട് ഞങ്ങൾക്ക് കറക്റ്റായിട്ട് പിടികിട്ടി കഴിഞ്ഞുണ്ടല്ലോ പിന്നെ ഞങ്ങൾ വേറെ ലെവൽ ഒന്ന് പിടിച്ചെടുക്കാൻ ഒരു താമസം ഉണ്ടെന്നുള്ളൂ അല്ലേ? ശരിയല്ലേ? ചെറിയൊരു താമസം. ഞങ്ങൾ പാട്ടിൻ്റെ ട്യൂണൊക്കെ ഒന്ന് പഠിച്ചു വരും. ഞങ്ങൾ കൊച്ചു കുട്ടികളല്ലേ, നിങ്ങളെപ്പോലെ അപ്പച്ചനും അപ്പച്ചന്മാരൊക്കെ ആണോ? ഞങ്ങൾ ചെറിയ കുരുന്നുകളല്ലേ, ഞങ്ങൾ വളർന്നു വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് സമയമൊക്കെ ആവശ്യമാണ് പാട്ടൊക്കെ പഠിക്കാൻ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ പോയാൽ മതി. അപ്പോൾ സാർമാരൊക്കെ ഇവിടെ വന്നിരിക്കും. സാർ നമുക്ക് പെട്ടെന്ന് ഈ പാട്ടൊന്ന് പഠിച്ചാലോ? ഓക്കെ, പെട്ടെന്ന് പഠിക്കാം. 1 2 3 ഗോ. അതിശയം എന്നുടെ സൃഷ്ടി മാതരം അതിമാതരം എന്നുടെ സൃഷ്ടി എൻ ചിന്തകൾക്കും അപ്പുറം എൻ നിലവുകൾക്കും അപ്പുറം എന്നെ നന്നായി മെനഞ്ഞു എന്നുടെ താതൻ എന്നുടെ താതൻ എൻ ചിന്തകൾക്കും അപ്പുറം എൻ നിലവുകൾക്കും അപ്പുറം എന്നെ നന്നായി മെനഞ്ഞു എന്നുടെ താതൻ എന്നുടെ താതൻ ഒന്നും തന്നെയില്ല പരാതി വീണ കങ്ങളിനി ഇല്ല 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 എന്നപ്പനമ്മ സോദരങ്ങൾ ദൈവത്തിന്റെ ദാനം ജീവകാലം ജീവിക്കും ഞാൻ നിൻ വഴിയിലെന്നും ഇനി ചോദ്യം ചെയ്യൽ കുറ്റം പറച്ചിൽ ഒന്നും തന്നെയില്ല പരാതി വീണ കങ്ങളിനി ഇല്ല 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 എന്നപ്പനമ്മ സോദരങ്ങൾ ദൈവത്തിന്റെ ദാനം ജീവകാലം ജീവിക്കും ഞാൻ നിൻ വഴിയിലെന്നും എൻ ചിന്തകൾക്കും അപ്പുറം എൻ നിലവുകൾക്കും അപ്പുറം എന്നെ നന്നായി മെനഞ്ഞു എന്നുടെ താതൻ എന്നുടെ താതൻ എൻ ചിന്തകൾക്കും അപ്പുറം എൻ നിലവുകൾക്കും അപ്പുറം എന്നെ നന്നായി മെനഞ്ഞു
രണ്ടുപേർ നല്ലപോലെ ചെയ്തിട്ടുണ്ട്. രണ്ടുപേർക്ക് കിട്ടുന്നു 500 പോയിന്റ്. 500 പോയിന്റ്. നല്ല കൈയടി. ഓക്കെ, ഇന്ന് നമുക്ക് മധ്യത്തിൽ ആരാ വരുന്നേ? സോ ഇപ്പൊ നമ്മുടെ ഒരു ഗസ്റ്റ് നമ്മുടെ മുമ്പേ വരുക മാത്രം. ഉഗാണ്ടൽ എന്ന് പറഞ്ഞ എവിടെന്ന്? ഉഗാണ്ടൽ. പേരെന്താ അറിയാമോ? അറിയോ? ബണ്ണി. വെൽക്കം അവർ ചർച്ച്. ബണ്ണി, വെൽക്കം അവർ ചർച്ച്. ഒരുപാട് ദൂരെ നിന്ന് നമ്മളെ കാണാൻ വേണ്ടി ബണ്ണി ഇവിടെ ഓടി എത്തിയിരിക്കുകയാണ്. ബണ്ണിയെ കണ്ട് പരിചയമുള്ളവരൊക്കെ ആരുണ്ട് ഇവിടെ? മോനെ എവിടെ വെച്ചാണ് കണ്ട? ബായ്. ഓ, നല്ല ക്ലാപ്പ്. ബണ്ണിയെ കാണാൻ വേണ്ടി ആർക്കൊക്കെ ബണ്ണിക്ക് ഒരു ഷെയ്ക്കാൻഡ് കൊടുക്കണം ആഗ്രഹം കൊണ്ട് ഓടി വന്നിട്ട് ഷെയ്ക്കാൻഡ് കൊടുത്ത് വാവ്. ബണ്ണിയെ കാണാൻ വേണ്ടി ഒരുപാട് കുട്ടികൾ വന്നിരിക്കുകയാണ്. വാവ്, കണ്ടോ? ഒരുപാട് ദൂരെ നിന്ന് ഉഗാണ്ടയിൽ നിന്ന് ബണ്ണി വന്നിരിക്കുകയാണ്. ആരെയും ബണ്ണിയെ ഞെക്കി പൊട്ടിക്കരുത്. ബണ്ണിക്ക് ഇനി ഒരുപാട് VBCകളിൽ പോകേണ്ട ഒരാളാണ്. കണ്ടോ, അവിടെ കണ്ടോ ബണ്ണിയെ കാണാൻ വേണ്ടി. കണ്ടോ, വാവ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ബണ്ണല്ല ഇത് കേട്ടോ, ഇതൊരു ബണ്ണിയാണ്. നിങ്ങളെ കാണാൻ വേണ്ടി. കണ്ടോ, ഓഹ് വാ വാ. മുഖത്ത് കൈ വെച്ചിട്ട് നോക്കുന്നുണ്ടോ? വാവ്, എങ്ങനെ അടിപൊളി. എവിടേക്കോ ബണ്ണിക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മളുമായിട്ട് സംസാരിക്കാനൊക്കെ ഉണ്ട് കേട്ടോ. വാവ്. ബണ്ണിയുടെ ചെരുപ്പ് ഇത് ഇവിടുന്ന് മേടിച്ച്. വാവ്, അടിപൊളി ചെരുപ്പാണല്ലോ. പാരകൺ പോലും ഇത്രയും നല്ലൊരു ചെരുപ്പ് ഇറക്കിയിട്ടില്ല. വാവ്, അടിപൊളി. ബണ്ണിയുടെ പേരെന്താ നമുക്കൊന്ന് ചോദിക്കാം. കണ്ടോ, അതിന് ഓക്കെ പറഞ്ഞു. ബണ്ണിയുടെ പേര് ബണ്ണി എന്നല്ലേ? അപ്പൊ ബണ്ണിക്ക് നല്ലൊരു വെൽക്കം ക്ലാപ്പ് കൊടുത്താലും നമ്മൾ വെൽക്കം ക്ലാപ്പ് നമ്മൾ പഠിച്ചില്ലേ? റെഡി, 1 2 3 ഗോ. ഉഗാണ്ടയിൽ നിന്ന് നമ്മളെ കാണാൻ വേണ്ടി വന്ന് എത്ര പേർക്ക് ഉഗാണ്ടയിലെ ഭാഷ അറിയാം? കണ്ടോ സാർ, ബണ്ണി സംസാരിക്കും. പക്ഷെ ബണ്ണിയുടെ ഭാഷ ഇവർക്ക് അറിയാമെന്ന് അറിയണ്ടോ സാറേ? ആർക്കും ഇവിടെ അറിയാവുന്ന ബണ്ണിയുടെ ഭാഷ അറിയാവുന്ന ഉഗാണ്ട ഭാഷ? ഉഗാണ്ടയിൽ ഏത് ഭാഷയാണ് സംസാരിക്കുന്നത്? മലയാളം. വെരി ഗുഡ്. നല്ല ക്ലാപ്പ് കൊടുത്താട്ടെ. വാവ്, വെരി ഗുഡ്. അതിന് ക്ലാപ്പ് കൊടുക്കാൻ വേണ്ടി ഇവിടെ നിൽക്കുന്ന കുട്ടികൾ എന്നാ ചെയ്യണമെന്ന്. ഓക്കെ, ബണ്ണിയിൽ നിന്ന് ഞങ്ങൾ കേൾക്കാൻ വേണ്ടി ആഗ്രഹിക്കണം. ഇതൊക്കെയാണ് ഞങ്ങളുടെ ഭാഷ. കമോൺ ബണ്ണി, കമോൺ. എങ്ങനെയുണ്ട്? നല്ല ഐ ആം ഫൈൻ എന്നൊന്ന് പറ. ഐ ആം ഫൈൻ, താങ്ക്സ് പറഞ്ഞേ. താങ്ക്സ്. ഓക്കെ. ഹായ്. ഒരുപാട് ദൂരെ നിന്ന്, ഏകദേശം ഇപ്പോൾ കേരളത്തിൽ ഒരുപാട് VBCകളിൽ പോയി ഒരുപാട് കുട്ടികളെ ഇളക്കി മറിച്ച് നിങ്ങളെ കാണാൻ വേണ്ടി ഒരുപാട് ദൂരത്തിൽ നിന്ന് വരികയാണ്. ദൂരം എന്ന് പറഞ്ഞാൽ എത്ര ദൂരം പോകണമായിരിക്കും? ഒരു 100 കിലോമീറ്റർ. എത്രയാണ്? ഒരു 100 കിലോമീറ്റർ സഞ്ചരിച്ചാണ് ബണ്ണി ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ബണ്ണിക്ക് നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ. നിങ്ങൾക്ക് നിന്നോണ്ട് കേൾക്കാനാണ് ഇഷ്ടം, അത് ഇരുന്നോണ്ട് കേൾക്കാനാണോ ഇഷ്ടം? നിന്നോണ്ട് കേൾക്കാനാണ് ഇഷ്ടം. ബണ്ണി നിങ്ങൾക്ക് ഒരുപാട് ചോക്ലേറ്റ് നിങ്ങളുടെ തരാൻ വേണ്ടി എനിക്ക് തന്നു വിട്ടിട്ടുണ്ട്. അപ്പോൾ ബണ്ണി തന്ന ചോക്ലേറ്റ് ഞാൻ ഇങ്ങോട്ട് എറിയുകയാണ്. പിടിച്ചോ. ബണ്ണി തന്ന ചോക്ലേറ്റ് ഞാൻ ഇവിടോട്ട് എറിയുന്നു. ബണ്ണിയുടെ ചോക്ലേറ്റ് അവിടോട്ടൊക്കെ കൊടുത്ത്. ബണ്ണി തന്ന ചോക്ലേറ്റ് ഞാൻ അവിടോട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ബണ്ണിക്ക് നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ബണ്ണി പാട്ട് പാടുവോ? ഞാൻ പറയുന്ന മലയാളം മാത്രം ബണ്ണിക്ക് മനസ്സിലാകത്തുള്ളൂ. ഞാൻ ബണ്ണിയുടെ ചെവിയിൽ ഒരു കാര്യം പറയട്ടെ.
പാട്ട് പാടുമോ? ഞങ്ങൾ വേറെ ഭാഷയിലാണ് സംസാരിക്കുന്നത്. ഏത് ഭാഷയിലാണ്? അന്യഭാഷ. അന്യഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും അറിയാത്ത ഭാഷയാണ് അന്യഭാഷ. അപ്പോൾ അന്യഭാഷ. ഓക്കെ, ബണ്ണിയിൽ നിന്ന് നിങ്ങൾ കേൾക്കണം. ബണ്ണി പറഞ്ഞോളൂ, കേൾക്കട്ടെ. ബണ്ണിക്ക് മോനെ കാണാൻ പറ്റുന്നില്ല. ബണ്ണിക്ക് ബണ്ണിക്ക് കൊണ്ട് വന്നേ. മോനെ ഇഷ്ടമായത് നല്ല കണ്ടോ? ബണ്ണിക്ക് ഇഷ്ടമുള്ളൊരു കുട്ടിയെ കണ്ടോ? കണ്ടോ, വെരി ഗുഡ്. ബണ്ണിക്ക് ഇഷ്ടമുള്ളൊരു കുട്ടിയെ കിട്ടിയിരിക്കുകയാണ്. മോന്റെ പേരെന്താ? മോന് ബണ്ണി ചേട്ടന് ഇഷ്ടമായോ? ബണ്ണിച്ചേട്ടൻ്റെ കൂടെ വീട്ടിൽ പോന്നോ? ബണ്ണിച്ചേട്ടൻ്റെ കൂടെ വീട്ടിൽ പോയാൽ എന്തൊക്കെ ഉണ്ടെന്ന് അറിയാമോ? ഉഗാണ്ടയിലെ നല്ല ചോറ് കിട്ടും. എന്താണ് നല്ല ചോറ്? ഉഗാണ്ടയിലെ നല്ല മോര് കറി. എന്താണ് മോര് കറി? ഉഗാണ്ടയിലെ നല്ല സാമ്പാർ. കണ്ടോ, സാമ്പാർ എന്ന് പറഞ്ഞപ്പോഴത്തേനും കണ്ടോ, വായിക്കൂടെ വെള്ളമൊക്കെ ഒഴുകുന്നുണ്ട്. സാരമില്ല, തുടച്ചു കളഞ്ഞു, കുഴപ്പമില്ല, പ്രയോഗിക്കണ്ട. ഓക്കെ, വെരി ഗുഡ്. അപ്പം മോനെ ബണ്ണിച്ചേട്ടനോട് എന്താ ചോദിക്കാനുള്ളത്? കല്യാണം ചെയ്തോ? എന്തുവാടാ ചോദിക്കുന്നത്? ബണ്ണിച്ചേട്ടന് കുട്ടികളെ ഇഷ്ടമാണെന്ന് ചോദിച്ചു. നീ ചോക്ലേറ്റ് ഉണ്ടെന്ന് ചോദിച്ചു. പേടിച്ചിരിക്കുവാണോ? അയ്യോ, ബണ്ണിച്ചേട്ടൻ്റെ അടുത്ത് പേടിയായോ? അന്ന് സാരമില്ല, വാ ഇറങ്ങിപ്പോ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പം ബണ്ണിച്ചേട്ടൻ നമ്മളോട് വന്നിരിക്കുകയാണ് ഒരുപാട് കാര്യങ്ങൾ പങ്കുവെക്കാനും. ഇത് കഴിഞ്ഞിട്ട് അടുത്തൊരു VBSയിലേക്ക് ബണ്ണിച്ചേട്ടന് പോകേണ്ടതായിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ എല്ലാവരും വാക്യം എന്ന് പറഞ്ഞാൽ സങ്കീർത്തനം 139:14 എന്നാണ്? ഭയങ്കരവും അതിശയകരവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഓക്കെ, ബണ്ണിച്ചേട്ടൻ നമ്മളെല്ലാവരും ഒരുമിച്ച് ആക്ഷൻ ചെയ്യാൻ വേണ്ടി പോകുകയാണ്. എല്ലാവരും ബൈബിളും താഴ്ത്തുവെക്കുന്നു. എല്ലാവരും ബൈബിൾ താഴ്ത്തുവെക്കുന്നു. ഈ വാക്യത്തിന്റെ ആക്ഷൻ. ബണ്ണിച്ചേട്ടൻ എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? ബണ്ണിച്ചേട്ടൻ ബണ്ണിച്ചേട്ടനെ കാണാൻ പറ്റുന്നുണ്ടോ? വെരി ഗുഡ്. അപ്പം നമ്മളെല്ലാവരും ചെയ്യാൻ വേണ്ടി പോകുകയാണ് സങ്കീർത്തനം 139:14. എല്ലാവരും പറഞ്ഞല്ലേ, ഭയങ്കരവും ആക്ഷൻ കാണിക്കും. ഭയങ്കരവും അതിശയകരവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കുക. അപ്പൊ ഒറ്റ പ്രാവശ്യം കേൾക്കുന്നു. ഭയങ്കരവും അതിശയം ഒന്ന് മുഖത്ത് കാണിച്ച മോളെ. അതിശയം മുഖത്ത് വരണം. കണ്ടോ, ബണ്ണിച്ചേട്ടനൊക്കെ മുഖത്ത് കണ്ടില്ല. അതിശയം കാണോ മോനെ? അതിശയം ഒരു കണ്ണൊക്കെ ഇങ്ങനെ ഉന്തി തള്ളി നിൽക്കണം. കണ്ടോ, ആ മോന്റെ പോലെ. കണ്ടോ, വെരി ഗുഡ്. റെഡി, 1 2 3 ഗോ. ഭയങ്കരവും എന്നെ സൃഷ്ടിച്ചിരിക്കുക ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഓക്കെ, വെരി ഗുഡ്. റെഡി, 1 2 3 ഗോ. ഭയങ്കരവും അതിശയകരവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കുക ഞാൻ സ്തോത്രം ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ മാത്രം ചെയ്യണം. ബണ്ണിച്ചേട്ടനോട് നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ടി പോകണം. 1 2 3 ഗോ. ഭയങ്കരവും അതിശയകരവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കുക ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഓക്കെ, ബണ്ണിച്ചേട്ടൻ ഈ ആക്ഷൻ കാണിക്കത്തില്ല. ബണ്ണിച്ചേട്ടൻ നല്ല ക്ലാപ്പ് കൊടുത്തേ. ഇത്ര ദൂരം ഇപ്പൊ നല്ലപോലെ ചെയ്യുന്ന ആൾക്കാരെ ബണ്ണി സാർ പോയിന്റ്സ് കൊടുക്കും. ഇനി പോയിന്റ്സ് തരാൻ വേണ്ടി ഇന്നത്തെ VBSയിൽ ഇനി പോയിന്റ്സ് തരുന്നത് ഞങ്ങൾ ആരുമല്ല, ബണ്ണിച്ചേട്ടനായിരിക്കും. അപ്പൊ ഒറ്റ വാക്യം മാത്രമേ ഞാൻ പറയത്തുള്ളൂ. നിങ്ങൾ അടിപൊളിയായിട്ട് ആക്ഷൻ ചെയ്യണം. അപ്പൊ are you ready? Yes. Yeah. Here we go. 1 2 3 go. ഭയങ്കരവും അതിശയകരവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഒറ്റ പ്രാവശ്യം കൂടി. ഭയങ്കരവും എന്നെ സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. വെരി ഗുഡ്. ബണ്ണി സാറേ, ആരാണ് ഇപ്പൊ എനിക്ക് പറഞ്ഞ ഇവിടുത്തെ കുഞ്ഞുങ്ങൾ നല്ലപോലെ ആക്റ്റീവാണ്. പിന്നെ പറഞ്ഞു, ഞാൻ ഇവിടെ ഒത്തിരി VBS പോയിട്ടുണ്ട്. പക്ഷെ ഇങ്ങനത്തെ ആക്റ്റീവ് കുഞ്ഞിനെ ഞാൻ കണ്ടില്ല. ഈ ചർച്ചിലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ബണ്ണി സാർ പറഞ്ഞു സൂപ്പറാ. പക്ഷേ ബണ്ണി സാറ് പറഞ്ഞൊരു കുറവുണ്ട്. എല്ലാം ശരിയാണെങ്കിലും ചർച്ചിനെ പറ്റി, സഭയെ പറ്റി ഒരു ആദ്യ സ്നേഹം വിട്ടുപോയെന്നൊക്കെ പറഞ്ഞതുപോലെ പുറകിരിക്കുന്ന ടീച്ചേഴ്സ് ആരും എഴുന്നേൽക്കുന്നില്ല. അവർ വാക്യം പഠിക്കാൻ എഴുന്നേൽക്കുന്നില്ല. അവർ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി മാത്രമേ എഴുന്നേൽക്കുന്നുള്ളൂ. കുട്ടികളുടെ കംപ്ലൈന്റ് ആണ്. അപ്പൊ സാറേ, അവരോട് എഴുന്നേൽക്കണമെന്നാണ് ബണ്ണി സാർ പറഞ്ഞത്. അപ്പൊ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ്, പുറകിരിക്കുന്ന ആന്റിമാരും ചേച്ചിമാരൊക്കെ എഴുന്നേറ്റ് നമ്മൾ ഒരു പ്രാവശ്യം കൂടി. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. നമ്മൾ ഇനി എല്ലാവരും ഒരുമിച്ച് ആ വാക്യം ഒന്ന് ചെയ്യാൻ വേണ്ടി പോകുകയാണ്. അപ്പൊ ആരും റെഡി? ഓക്കെ, നമ്മൾ ഒറ്റ പ്രാവശ്യം കൂടെ ബാക്കി. ബണ്ണി സാർ റെഡിയല്ലേ? ബണ്ണി സാർ റെഡിയാണ്. റെഡി, 1 2 3 ഗോ. ഭയങ്കരവും അതിശയകരവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കുക ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഒറ്റ പ്രാവശ്യം കൊണ്ട്. ടീച്ചേഴ്സ് ഒന്നും ചെയ്തിട്ടില്ല. 1 2 3 ഗോ. ഭയങ്കരവും
അതിശയകരവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കുക ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. വെരി ഗുഡ്. നല്ല ക്ലാപ്പ് കൊടുത്താട്ടെ. ഇപ്പം പറഞ്ഞ എനിക്ക് ബണ്ണി സാർ പറയുക വല്ലാത്ത കാലം കൊണ്ട് പാട്ടുണ്ടല്ലേ, അത് ചെയ്താലേ മാത്രമേ ചില അത്ഭുതം നടക്കത്തുള്ളൂ. അപ്പം നമ്മൾ ഇന്ന് പഠിച്ച പാട്ടൊന്നും ഒരുപാട് വർഷം കൂടെ ചെയ്തിട്ട് നമുക്ക് ബണ്ണി സാറിന് ടാറ്റ പറയാൻ നേരമായി. ഒരുപാട് BBCകളിലേക്ക് ഇനി ബണ്ണി സാറിന് പോകേണ്ടതായിട്ടുണ്ട്. അപ്പം ഒരു പ്രാവശ്യം കൂടി നമ്മൾ ഇന്നത്തെ ആക്ഷൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഏത് പാട്ടാണ് നമ്മൾ പഠിച്ചത്? വല്ലാത്ത കാലമാ, നേരെ ചൊവ്വേ. അപ്പം നിങ്ങളെല്ലാവരും നേരെ ചൊവ്വയാണോ പോകുന്നത്? ഇന്നലെ ചേട്ടായിമാരൊന്നും വന്നിട്ടില്ല. ചേട്ടായിമാർ എങ്ങനെ പോകണം? നേരെ ചൊവ്വേ പൊക്കോണം, അല്ലെങ്കിൽ ഇത് പറ്റും. ഓക്കെ, റെഡി 1 2 3. അപ്പൊ ബണ്ണിയുടെ കൂടെ ഡാൻസ് കളിക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ സൈലോട്ട് വന്നാട്ടെ. ബണ്ണിച്ചേട്ടനോട് ഡാൻസ് കളിക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ സൈലോട്ട് വന്നാട്ടെ. ഓടി വന്നാട്ടെ. ഒന്ന് ഓടി വന്നാട്ടെ. ആ ബണ്ണിച്ചേട്ടനോട് ഡാൻസ് കളിക്കാൻ ഇഷ്ടമുള്ള കൊച്ചു കുരുന്നുകളൊക്കെ സൈലോട്ട് വരികയാണ്. വെരി ഗുഡ് മോനെ. ബണ്ണിച്ചേട്ടനോട് ഡാൻസ് ഓടി വാ ഇങ്ങോട്ട്. എന്റെ മോനെ ഓടി കയറിക്കോ. കേറിക്കോ ഡാൻസ്. ആ കൊച്ചുമോനെയൊക്കെ വിളിക്ക്. മോളെ കേറുന്നില്ലേ? കേറിക്കോ. ഒറിജിനൽ പോലും തോറ്റുമടങ്ങും AI എന്റെ കാലമാ. വല്ലാത്ത കാലമാ, നീ നേരെ ചൊവ്വേ പൊക്കോണേ. വല്ലാത്ത കാലമാ, നീ നേരെ ചൊവ്വേ പൊക്കോണേ. ജുമ്മാകും ജുമ്മാകും ജുമ്മാ ഗുമ്മ ജുമ്മ ജുമ്മാകും ജുമ്മാകും ജുമ്മാ ഗുമ്മ ജുമ്മ. വല്ലാത്ത കാലമാ, നീ നേരെ ചൊവ്വേ പൊക്കോണേ. വല്ലാത്ത കാലമാ, നീ നേരെ ചൊവ്വേ പൊക്കോണേ. പുറമേ കണ്ടാൽ വൗ വൗ വൗ, അകമേ മുഴുവൻ അയ്യോ. പുറമേ കണ്ടാൽ വൗ വൗ വൗ, അകമേ മുഴുവൻ അയ്യോ. പറ്റിക്കപ്പെട്ടാലോ പിന്നെ മുഖവും പൊത്തി നടക്കാം. പറ്റിക്കപ്പെട്ടാലോ പിന്നെ മുഖവും പൊത്തി നടക്കാം. അയ്യോ അയ്യോ അയ്യോ. നാണം ഞാൻ നാണം കെട്ടല്ലോ. വല്ലാത്ത കാലമാ, നീ നേരെ ചൊവ്വേ പൊക്കോണേ. വല്ലാത്ത കാലമാ, നീ നേരെ ചൊവ്വേ പൊക്കോണേ. നല്ലത് നോക്കി ചൂസ് ചെയ്യാം, ചീത്തയൊക്കെ തള്ളിക്കളയാം. നല്ലത് നോക്കി ചൂസ് ചെയ്യാം, ചീത്തയൊക്കെ തള്ളിക്കളയാം. ബുദ്ധി മാത്രം പോരാ, അതിന് ദൈവകൃപയും വേണം. ബുദ്ധി മാത്രം പോരാ, അതിന് ദൈവകൃപയും വേണം. ജുമ്മാകും ജുമ്മാകും ജുമ്മാ ഗുമ്മ ജുമ്മ ജുമ്മാകും ജുമ്മാകും ജുമ്മാ ഗുമ്മ ജുമ്മ. ബുദ്ധി മാത്രം പോരാ, അതിന് ദൈവകൃപയും വേണം. ബുദ്ധി മാത്രം പോരാ, അതിന് ദൈവകൃപയും വേണം. വല്ലാത്ത കാലമാ, നീ നേരെ ചൊവ്വേ പൊക്കോണേ. വല്ലാത്ത കാലമാ, നീ നേരെ ചൊവ്വേ പൊക്കോണേ. വല്ലാത്ത കാലമാ, നേരെ ചൊവ്വേ പൊക്കോണേ. വല്ലാത്ത കാലമാ, നീ നേരെ ചൊവ്വേ പൊക്കോണേ. ബണ്ണി ചേട്ട ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്, ഇവിടുത്തെ കുഞ്ഞുങ്ങൾ ഒത്തിരി ആക്റ്റീവാ. സോ ബണ്ണി ചേട്ടക്ക് ഒത്തിരി ഇഷ്ടമായി, നിങ്ങളുടെ കൂടെ ആക്ഷൻ കളിച്ചു. ബണ്ണി ചേട്ടൻ എന്താ പഠിപ്പിച്ചേ? വാക്യം. ബണ്ണിച്ചേട്ടൻ പഠിപ്പിച്ച വാക്യം ഏതാണ്? വാക്യം സങ്കീർത്തനം 139.
അപ്പൊ ആർക്കാണെന്ന് ആക്ഷൻ ചെയ്ത് കാണിക്കാൻ പറ്റുന്നത് പെട്ടെന്ന് പെട്ടെന്ന്. ഓക്കെ, പെട്ടെന്ന് കാണിക്കുന്നു. മോൾ കാണിച്ചോ. ഭയങ്കരവും ശേഖരവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ബോയ്സ് ആരും കാണിച്ചില്ല. റെഡി, 1 2 3 ഗോ. ഭയങ്കരവും അതിശയകരവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. വെരി ഗുഡ്. നല്ല ക്ലാപ്പ്. ബന്നിനെ പോകാൻ സമയമായി. എത്ര പേർക്ക് ബന്നി ഇഷ്ടപ്പെട്ടു? നാളെ പിന്നെ വരണോ ഉണ്ടെങ്കിൽ ഇമെയിൽ ചെയ്യുക. ഇമെയിൽ ചെയ്താലേ മാത്രമേ ബന്നി വരത്തുള്ളൂ. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? യെസ് ഓർ നോ? ഇപ്പം ബന്നി ഇവിടുന്ന് പോവുക, ടാറ്റ പറയുവോ? യെസ് ഓർ നോ? വീട്ടിൽ പോയി പറയണം. ഒരു ഉഗാണ്ടിൽ നിന്ന് ഒരു ബന്നി ചേട്ടൻ നമ്മുടെ മധ്യത്തിൽ വന്നായിരുന്നു, ഒത്തിരി സന്തോഷമായി. സോ വീട്ടിൽ പോയി പറയുവോ? യെസ് ഓർ നോ? ഓക്കെ, താങ്ക് യു ബന്നി, താങ്ക് യു. പിന്നെ കാണാം. ടാറ്റ, ബൈ, ഗുഡ് നൈറ്റ്. നല്ലൊരു കൈ. പഴനിച്ചേട്ടൻ കരഞ്ഞോണ്ടാ പോന്ന കണ്ടോ? നിങ്ങളുടെ അടുത്തൊന്ന് പോകാൻ വേണ്ടി ഒരുപാട് സങ്കടം ഉണ്ടെന്ന് കരഞ്ഞോണ്ടാ പോന്ന. അയ്യോ എന്നൊക്കെ ഒന്ന് പണിച്ചേട്ടൻ കൈ കൊടുത്താട്ടെ. അടിപൊളി ആക്ടിവിറ്റി നമ്മൾ ചെയ്യാൻ പറ്റും. എന്താണ്? വാക്യം പഠിപ്പിക്കാൻ വേണ്ടി ഒരു അടിപൊളി. അപ്പം ബോയ്സിന്റെ ഭാഗത്തുനിന്ന് ഒരു 7-8 പേര് എനിക്ക് ആവശ്യമുണ്ട്. ഇവിടെ ഗേൾസിന്റെ ഭാഗത്തുനിന്ന് 8 പേരെ വേഗത്തിൽ. ലേഡീസ് എൻ്റെ ലെഫ്റ്റ് സൈഡിലും ബോയ്സ് എൻ്റെ റൈറ്റ് സൈഡിലും. ഓക്കെ, എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ടീച്ചറിന്റെ സാന്നിധ്യം. വേഗത്തിൽ കമോൺ. 2 ചെയർ എടുത്തിട്ട് 2 ചെയറായിട്ട് 2 സൈഡിലായിട്ട് ആ വാക്യം ഒന്ന് വെക്കാമോ? ഒരു സൈഡിലെ ചെയറിൽ ഒരു വാക്യം, മറ്റേ സൈഡിലെ. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ നിങ്ങളുടെ ഉത്തരവാദിത്തം ഓടുമ്പോൾ ആദ്യത്തെ വാക്ക് ഏതാണോ അതിനനുസരിച്ച്. ആദ്യത്തെ വാക്ക് എന്താണ്? വാക്യത്തിന്റെ ഭയങ്കരവും അതിശയകരം. ആ ഓർഡറിൽ എന്ത് ചെയ്യണം? വാക്യം നിങ്ങൾ അവിടുന്ന് പെറുക്കി എടുത്തുകൊണ്ട് വരണം. മിസ്പ്ലേസ് ആയിട്ടുള്ള വാക്ക് അവിടെ ഭയങ്കരം കഴിഞ്ഞിട്ട് പിന്നെ എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു അങ്ങനെ എടുത്തുകൊണ്ട് വരാൻ പാടില്ല. വാക്യത്തിൻ്റെ ഓർഡറിൽ വേണം നിങ്ങൾ ഓരോ ഭാഗങ്ങളും അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരാൻ. അങ്ങനെ എടുത്തുകൊണ്ട് വന്ന് ആരാണോ ഇവിടെ ലൈനായിട്ട് ക്രമത്തിൽ വാക്യം അടുക്കി വെക്കുന്നത് ആ ടീമിനെ കാത്തിരിക്കുന്നു ഒരു 1000 പോയിന്റ്. അപ്പോൾ ഓക്കെ, റെഡിയല്ലേ? റെഡി 1 2 3 ഗോ. അപ്പം ബോയ്സ് ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. പക്ഷേ അവർ ഒരാൾ 2 വാക്കുകൾ എടുത്തുകൊണ്ട് വന്നു, മിസ്പ്ലേസ് ആയിട്ട് ഇവിടെ വെച്ചു. അതുകൊണ്ട് ഇന്നത്തെ വിജയം മറ്റാരുമല്ല, ഒന്നാമത്തെ ദിവസത്തിലെ വാക്യം പറച്ചിലെ വാക്യം മെമ്മറി വേഴ്സിന്റെ വിജയം മറ്റാരുമല്ല, അത് വണ്ടർ ഗേൾ. അവർക്ക് കിട്ടുന്നത് 1000 പോയിന്റ്. ഓക്കെ, എല്ലാവരും അപ്പം ബോയ്സും ഗേൾസും നിരന്ന് നിന്നാട്ടെ ഇന്നത്തെ ആക്ഷൻ ഒന്ന് കാണിച്ച്. അപ്പം നമ്മളെല്ലാവരും എന്ത് ചെയ്യും? വാക്യം പറയും. ചേച്ചിമാരും ചേട്ടായിമാരും എന്ത് ചെയ്യും? ആക്ഷൻ കാണിക്കും. ഓക്കെ, നമ്മൾ റെഫറൻസ് എന്ന് പറഞ്ഞാട്ടെ. റെഫറൻസ് സങ്കീർത്തനം 139:14. റെഡി 1 2 3 ഗോ. ഭയങ്കരവും അതിശയകരവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഒറ്റ പ്രാവശ്യം കൂടി പാടുന്നു. 1 2 3 ഗോ. ഭയങ്കരവും അതിശയകരവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്.
നല്ല ക്ലാപ്പ് കൊടുത്താട്ടെ ചേട്ടായിമാർക്ക്, നല്ല ക്ലാപ്പ് കൊടുത്താട്ടെ. അപ്പോൾ ദൈവം നമ്മളെ ഭയങ്കരവും അതിശയകരവുമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ടല്ലേ ചേട്ടായിമാര് പെട്ടെന്ന് പോയി ആ പസിൽ അവിടെ ഇവിടെ ചിതറിക്കിടന്ന വാക്യങ്ങളൊക്കെ എടുത്ത് ലെവലിൽ ഓർഡറിലാണ് കൊണ്ടുവച്ചിരിക്കുന്നത്. നമ്മൾ ദൈവം എങ്ങനെയാണ് നിർമ്മിച്ചത്, ദൈവം നമ്മളെ എങ്ങനെയാണ് ഉണ്ടാക്കിയത്? എല്ലാം ഒരു ഓർഡറിലാണ്, എല്ലാം വളരെ ഭംഗിയായിട്ട് അതിശയം. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ ഇവിടെ ഇരിക്കുന്ന മൂക്ക് ഈ തലയിലായിരുന്നെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കി. ഓ അല്ലേ, ഹെൽമെറ്റ് വെക്കാൻ പറ്റുമോ? ഹെൽമെറ്റ് വെക്കുമ്പോഴത്തേനും നമ്മുടെ ചൈനക്കാരുടെ മൂക്ക് പോലെ ഇങ്ങനെ പതുങ്ങി പോകാൻ മഴയെന്ന് പറഞ്ഞിരുന്നേനെ. അങ്ങനെയാണോ? നമ്മുടെ വാ ഇവിടെ കൈയിടായിരുന്നെങ്കിലോ, നമ്മൾ സംസാരിക്കുമ്പോഴേക്കും ഇങ്ങനെ ഓ അങ്ങനെ പറയേണ്ടി വരും. നമ്മുടെ ചെവി കാലിൻ്റെ അവിടെ ആയിരുന്നെങ്കിലോ, ഫുട്ബോൾ കളിക്കാൻ പറ്റുമോ? ഡാൻസ് കളിക്കാൻ വേണ്ടി പറ്റുമോ? അപ്പം ദൈവം നമ്മളെ ഭയങ്കരമായിട്ട് അതിശയകരമായിട്ട് സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ കരവിരുതാണ് ആര്? നമ്മൾ ഓരോരുത്തരും. ഒന്ന് ആലോചിക്കുക, നമ്മുടെ കണ്ണ് തലയുടെ ഈ രണ്ട് സൈഡിലായിരുന്നു, പുറകിലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? എങ്ങനെ നമ്മൾ നടന്നേനെ? ഇങ്ങനെ നടക്കേണ്ടി വന്നേനെ. മൂക്കും വായുവല്ല ഇവിടെ, കണ്ണ് രണ്ടും പുറകില്. ഭയങ്കരവും അതിശയകരവുമായി. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് യൂസ് ഓഫ് ഓതന്റിക് ഇന്റലിജൻസ്. എല്ലാരും പറഞ്ഞാട്ടെ, എല്ലാരും പറ, യൂസ് ഓഫ് ഓതന്റിക് ഇന്റലിജൻസ്. ഇന്നലെ നമ്മൾ പഠിച്ചത് സോഴ്സ് ഓഫ് ഓതന്റിക് ഇന്റലിജൻസ് ആയിരുന്നു. എന്താണ്, എവിടെയാണ് ഈ ജ്ഞാനത്തിന്റെ ഉറവിടം? ദൈവമാണ് സകല ജ്ഞാനത്തിന്റെയും ഉറവിടമെന്ന് നമ്മൾ പഠിച്ചു. വെരി ഗുഡ്. അപ്പം സാറേ, ഞങ്ങൾ ക്ലാസ്സിലേക്ക് പോവുകയാണ്. ഇന്ന് ഞങ്ങൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് യൂസ് ഓഫ് ഓതന്റിക് ഇന്റലിജൻസ്. എല്ലാരും പറഞ്ഞ യൂസ് ഓഫ് AI. എല്ലാരും പറഞ്ഞ യൂസ് ഓഫ് AI. ഓക്കെ, നമുക്ക് ഈ XLVBSന് ഒരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നവരാണ്, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ്. അപ്പം നമ്മുടെ XLVBSൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ നിങ്ങൾ അമർത്തണം. അപ്പം ഒരുപാട് പെട്ടെന്ന് പലയിടങ്ങളിൽ ചെല്ലാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഇപ്പോൾ സാധ്യമായി. എന്താണ്? ദൈവം മനുഷ്യർക്ക് പലവിധമായ കഴിവുകൾ കൊടുത്തു. എന്താണ് കഴിവുകൾ ഇല്ലാത്തവരായി ഈ ലോകത്തിന് ആരുമില്ല. 9 കഴിവുകൾ കുറഞ്ഞത് ഒരു മനുഷ്യനുണ്ടെന്നാണ്. പക്ഷേ അതിൽ സാധാരണയായി ഒരു മനുഷ്യനെ നമ്മൾ ഇങ്ങനെ നമ്മൾ വെളിപ്പെടുത്തുന്ന ഒരു കേവലം 3 കഴിവുകൾ മാത്രമേ ഇങ്ങനെ അത് നമ്മൾ ഇന്ന് പുറത്തു വരാറുള്ളൂ. ബാക്കികളൊക്കെ നമ്മൾ എവിടേക്കോ അത് നമ്മളിൽ നിന്ന് മറയപ്പെട്ട് കിടക്കുകയാണ്. അങ്ങനെയാണ് പറയപ്പെടുന്നത്. അപ്പം 3 കഴിവുകൾ എപ്പോഴും പ്രദർശിക്കപ്പെടും. ബാക്കിയുള്ള 6 കഴിവുകൾ അത് നമ്മൾ കണ്ടുപിടിച്ച് നമ്മൾ വളർത്തിയെടുക്കും. അപ്പം ഒരു മനുഷ്യന് 9 കഴിവുകളുണ്ട്. അതിൽ സാധാരണ 3 കഴിവുകൾ മാത്രമേ പ്രദർശിപ്പിക്കപ്പെടുകയുള്ളൂ. ബാക്കികളൊക്കെ നമ്മൾ കണ്ടുപിടിക്കും. അപ്പം ഒന്നാമത്തെ കഴിവാണ് തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ്. എല്ലാവരും പറഞ്ഞാട്ടെ, തീരുമാനങ്ങൾ എടുക്കാൻ. നിങ്ങളുടെ തീരുമാനങ്ങളൊക്കെ വളരെ വിലപ്പെട്ടതാകണം. എന്താണ്? തീരുമാനങ്ങൾ. ദൈവത്തിൽ ആശ്രയിച്ച് വേണം ഓരോ തീരുമാനങ്ങളും എടുക്കാൻ. ലീൻ നോട്ട് യുവർ ഓൺ അണ്ടർസ്റ്റാൻഡിങ്. നിങ്ങളുടെ സ്വന്തം വിവേകത്തിൽ നിങ്ങൾ ഊന്നരുത്. എന്ത് ചെയ്യണം? എനിക്കും എല്ലാം അറിയാം, അതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. പപ്പായും മമ്മിയൊക്കെ പറയുന്നതൊക്കെ അവിടെ നിൽക്കട്ടെ. എനിക്കിതിനെപ്പറ്റി വലിയ ധാരണ ഉണ്ട്, അറിവുണ്ട്, നല്ലതാണ്. പക്ഷേ എങ്കിലും കർത്താവിൽ ആശ്രയിച്ച് വേണം ജീവിതത്തിലെ ഓരോ തീരുമാനങ്ങളും എടുക്കാൻ. എന്താണ്? ഓരോ തീരുമാനങ്ങളും എടുക്കാൻ. ദൈവത്തിന് എപ്പോഴും നിങ്ങളെപ്പറ്റി ഒരു ബെറ്റർ പ്ലാൻ ഉണ്ട്. വചനം പറയുന്നു, നിങ്ങളുടെ വിചാരങ്ങളല്ല, എല്ലാവരും പറഞ്ഞാട്ടെ, നിങ്ങളുടെ വിചാരങ്ങളല്ല എൻ്റെ വിചാരങ്ങൾ, നിങ്ങളുടെ വഴികളല്ല എൻ്റെ വഴികൾ. ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് തോന്നും, അയ്യോ ഇത് നല്ലതാ, ഈ ഒരു ഡിസിഷൻ എടുത്താൽ, ഇദ്ദേഹത്തോട് യെസ് പറഞ്ഞാൽ, നോ പറഞ്ഞാൽ, ശ്രദ്ധിക്കണം. തീരുമാനങ്ങൾ അത് വളരെ വിലപ്പെട്ടതാണ്. കർത്താവ് നിങ്ങൾ വിചാരിക്കും, അയ്യോ ഇതാണ് നല്ലത്, ഈ കുട്ടിയെ കാണാൻ നല്ല രസമാണ്, ഇവര് പയ്യനെ കാണാൻ അടിപൊളിയാ, ഓക്കെ അന്ന് യെസ് പറഞ്ഞേക്കാം. പക്ഷെ ഓർക്കുക, ദൈവത്തിന് നിങ്ങളെപ്പറ്റി വലിയ വിചാരങ്ങളുണ്ട്. നിങ്ങളുടെ ചിന്തകൾക്കും നിങ്ങളുടെ വിചാരങ്ങൾക്കും അപ്പുറമായി ദൈവം നിങ്ങൾക്ക് വേണ്ടി വലിയവ കരുതുന്നുണ്ട്. യേശു കർത്താവ് തൻ്റെ ക്രൂശീകരണത്തെ പറ്റിയൊക്കെ പറഞ്ഞപ്പോൾ പത്രോസ് പറഞ്ഞു, നോ, ഇങ്ങനൊന്നും പറയാൻ പാടില്ല, യേശു ക്രൂശിക്കുന്ന കാര്യമൊന്നും പറയാൻ പാടില്ല. ദൈവത്തിൻ്റെ പദ്ധതിയെപ്പറ്റി യേശുവിന് വലിയ ഒരു അറിവുണ്ടായിരുന്നു. ഒരു മെജോറിറ്റി ആയിട്ടുള്ള ആൾക്കാർ പറയുന്ന ഒരു ഡിസിഷനിലായിരുന്നില്ല ഈ യേശു കർത്താവ് നിന്നത്. നിങ്ങളുടെ ഡിസിഷൻ, ഒരു രാജ്യത്തെ മുഴുവൻ ആൾക്കാരും രാജാവ് നിർത്തിയ ബിംബത്തെ നമസ്കരിക്കാൻ ഓടി വന്നു. എന്നാ എല്ലാവരും നമസ്കരിക്കുക. ദുരാസമഭൂമിയിൽ നിർത്തിയ ബിംബത്തെ നമസ്കരിക്കാൻ വേണ്ടി എല്ലാവരും വന്ന് നമസ്കരിക്കുക. പക്ഷെ 3 ബാലന്മാർ ഒരു ഡിസിഷൻ എടുത്തു. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ 3 ബാലന്മാർ തീരുമാനിച്ചു, നോ, വി വിൽ നോട്ട് ബൗ ഡൗൺ. ഇതിന്റെ മുമ്പാകെ ഞങ്ങൾ ഒരിക്കലും നമസ്കരിക്കത്തില്ല. നിങ്ങളുടെ തീരുമാനങ്ങൾ. അവർ വലിയ പ്രായമുള്ള അപ്പച്ചന്മാരും അമ്മച്ചന്മാരും ഒന്നും ആയിരുന്നില്ല കേട്ടോ. നിങ്ങളെപ്പോലെ
യുവാക്കളായ സഹോദരന്മാർ. എത്ര പേരുണ്ടായിരുന്നു? 3 പേര്. അപ്പുറത്തെ 30 ലക്ഷത്തിൽ പരം ആൾക്കാര് ഈ ബിംബത്തെ നമസ്കരിക്കാൻ വേണ്ടി ഇങ്ങനെ ഓടി വന്ന് നിൽക്കുക. കരഘോഷത്തോടുകൂടി, വാദ്യോപകരണങ്ങളുടെ അകമ്പൊടിയോടുകൂടി രാജാവ് ബിംബത്തെ നമസ്കരിക്കാൻ പറയുമ്പോൾ എല്ലാവരും റെഡിയായി ബിംബത്തെ നമസ്കരിച്ചു. പക്ഷേ 3 ബാലന്മാർ, മെജോറിറ്റി they said we will bow down. പക്ഷെ ഒരു മൈനോറിറ്റി ആയിട്ട് 3 പേര് നിന്നിട്ട് പറയാം നോ, we will not. നിങ്ങളുടെ ഡിസിഷൻസ്. ആ 3 ബാലന്മാരെടുത്ത തീരുമാനം, ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവ് എടുത്ത ഒരു തീരുമാനം, നോ. വേൾഡ്ലി പ്ലഷേഴ്സിനോട്, വേൾഡ്ലി ഡിസൈഡ്സിനോട്, വേൾഡ്ലി പാറ്റേണിനോട് ഈ 3 പേര് നോ എന്ന് പറഞ്ഞ ഡിസിഷൻ ഒരു രാജ്യത്തെ മുഴുവനും ദൈവത്തെങ്കിലേക്ക് തിരിക്കാൻ കാരണമായി തീർന്നു. എന്താണ് ദൈവത്തെങ്കിലേക്ക് തിരിക്കാൻ? വാട്ട് ഈസ് യുവർ ഡിസിഷൻ? മെജോറിറ്റി ആയിട്ടുള്ള ആൾക്കാർ, നിങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ, നിങ്ങൾ ക്ലാസ്സിൽ പഠിക്കാൻ വേണ്ടി പോകുമ്പോൾ, അവിടെ പോകുമ്പോൾ, ഇവിടെ പോകുമ്പോൾ, നിങ്ങളുടെ കൂട്ടുകാരന്മാരൊക്കെ വാ ഒന്ന് ട്രൈ ചെയ്യ്, ഒന്ന് ടേസ്റ്റ് ചെയ്യ്, ഒന്ന് ചാറ്റ് ചെയ്ത് നോക്കുന്ന, ഒന്ന് കണ്ടു നോക്കുന്ന. ബട്ട് ക്യാൻ യു ടേക്ക് എ ഡിസിഷൻ? ആ ഒരു മൊമെന്റിൽ കർത്താവിന് വേണ്ടി നിൽക്കാൻ ആരുണ്ട് ഇവിടെ ഒരു ഡിസിഷൻ എടുക്കാൻ? ക്യാൻ യു ടേക്ക് എ ഡിസിഷൻ? യേശുവിന് വേണ്ടി നിൽക്കാൻ മെജോറിറ്റി ആയിട്ടുള്ള എല്ലാ ആൾക്കാരും ആ ബിംബത്തെ വണങ്ങാൻ വേണ്ടി തയ്യാറെടുത്തപ്പോൾ ഇതാ 3 ബാലന്മാർ പറയുക നോ, ഞാൻ നിൽക്കത്തില്ല, ഞാൻ വണങ്ങത്തില്ല. ഈ ലോകത്തിന്റെ പാറ്റേണുമായിട്ട് കോംപ്രമൈസ് ചെയ്യാൻ ഇടയാകാതെ യേശുവിന് വേണ്ടി നിൽക്കാൻ കഴിവുള്ള എത്ര കുഞ്ഞുങ്ങളുണ്ട് ഇവിടെ? നമ്മൾ ചാടുന്നുണ്ട്, പാടുന്നുണ്ട്, നമ്മൾ ഡാൻസ് കളിക്കുന്നുണ്ട്, ശരിയാണ്. പക്ഷേ ഈ ഒരു ആലയത്തിൻ്റെ, ഈ ഒരു ചർച്ചിൻ്റെ അന്തരീക്ഷം വിട്ട് നിങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ നിങ്ങളെ കാത്തിരിക്കുന്നത് വലിയൊരു ലോകമാണ്, ശരിയല്ലേ? ഇവിടെ പാടാം, ഇവിടെ നല്ല കംഫോർട്ട് സോണാണ്, ഡാൻസ് ഉണ്ട്, പാട്ടുണ്ട്, വചനം കേൾക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ സ്കൂളിലേക്ക് പോകുമ്പോൾ, കൂട്ടുകാരുമായിട്ട് ഒരുമിച്ചിരിക്കുമ്പോൾ ഒരുപാട് പ്രിയർ പ്രഷർ, ഒരുപാട് ടെംപ്റ്റേഷൻസ് കാണാനും നോക്കാനും ടേസ്റ്റ് ചെയ്യാനും അറിയാനും തൊടാനും ഒരുപാട് ടെംപ്റ്റേഷൻ. ബട്ട് ആ ഒരു മൊമെന്റിൽ, ആ ഒരു സാഹചര്യത്തിൽ യേശുവിന് വേണ്ടി നിൽക്കാൻ ആരുണ്ട് ഇവിടെ? തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ്, യേശുവിന് വേണ്ടി നിൽക്കാൻ ഒരു 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 സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ. മെജോറിറ്റി ആയിട്ടുള്ള ആൾക്കാർ ഈ ലോകത്തിൻ്റെ പിൻപേ പോയാലും, ഈ ലോകത്തിൻ്റെ പ്ലഷേഴ്സ്, ഈ ജഡത്തിൻ്റെ ഇഷ്ടങ്ങൾക്ക് അവരെ തന്നെ വിട്ടുകൊടുത്താലും നോ, ഒരിക്കലും യേശുവിനെ വിട്ട് ഞാൻ പിന്മാറില്ലെന്ന് പറയാൻ കരുത്തുള്ള, തൻ്റെ ഇടമുള്ള ഒരു തലമുറയെ എൻ്റെ യേശു ഇന്ന് പകൽക്കാലം ഇവിടെ അന്വേഷിക്കുകയാണ്. ലോകം മുഴുവനും വഷളത്വം കൊണ്ട് നിറഞ്ഞു, തെറ്റുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുമ്പോൾ നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. തെറ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാ സാഹചര്യവും നോഹയുടെ മുൻപിലുണ്ടായിരുന്നു. എല്ലാവരും തെറ്റിപ്പോയി. ലെസ്ബിയൻ, ഗേ പോലെയുള്ള വളരെ മ്ലേച്ഛമായ പാപങ്ങൾക്ക് തുടക്കം കുറിച്ചൊരു കാലഘട്ടം. എല്ലാം തെറ്റിപ്പോകാൻ വേണ്ടിയുള്ള എല്ലാ സാധ്യതകളും സാഹചര്യങ്ങളും അനുകൂലമായിട്ടുള്ള കാലാവസ്ഥയും തൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നപ്പോഴും നോഹ പറഞ്ഞു നോ, നോ. ആർക്കൊണ്ടിവിടെ തൻ്റെ ഇടത്തോടെ നോ പറയാൻ? ലോകത്തിൻ്റെ ഇഷ്ടങ്ങളോട്, ലോകം വെച്ച് നീട്ടുന്ന പാപത്തോട്, നമ്മളെ അമ്പരപ്പിക്കുന്ന, നമ്മളെ ഉത്സാഹിപ്പിക്കുന്ന ലോകത്തിൻ്റെ ഇഷ്ടങ്ങളോട് നോ പറയാൻ ആരുണ്ട് ഇവിടെ? ഒരുപക്ഷെ ആരും കാണത്തില്ല. സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ സേഫ് അല്ലേ? നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ എല്ലാവരും ഉണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, പാസ്റ്റേഴ്സ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ ഇവിടുന്ന് പുറത്തു പോകുമ്പോൾ അവിടെയാകണം നമ്മുടെ നല്ല ഒരു ഐഡൻറ്റിറ്റി തെളിവാകേണ്ടത്. ബാലന്മാരായ അടിമകളായിട്ട് വിളിച്ചുകൊണ്ട് പോയത് കേവലം 3 പേരെ മാത്രമായിരുന്നില്ല. നല്ല നൈപുണ്യമുള്ള സുന്ദരന്മാരായ ഒരുപാട് ബാലന്മാരെ പിടിച്ചോണ്ട് പോയി. ഈ ബാലന്മാരൊക്കെ ആരാ? ഇസ്രായേലി ബാലന്മാരാ, യഹൂദ ബാലന്മാരാ, പാരമ്പര്യമുള്ളവരാ. നമ്മളിത് പറഞ്ഞു കഴിഞ്ഞാൽ പെന്തക്കോസ്തിൽ ഒരു 10-20 പിള്ളേരെ പിടിച്ചോണ്ട് പോയേ. കൊണ്ടുപോയതിൽ 17 എണ്ണവും വണങ്ങി, ലോകവുമായിട്ട് കോംപ്രമൈസ് ചെയ്തു, അവർ പറഞ്ഞതെല്ലാം കേട്ടു, ചെയ്തു. പക്ഷെ 3 പേര് പള്ളിയിൽ പോയതുകൊണ്ടായില്ല, VBSൽ പങ്കെടുത്തത് കൊണ്ടായില്ല. ഇങ്ങനെയൊക്കെയുള്ളൊരു മൊമെന്റിൽ സ്ട്രോങ് ആയിട്ടൊരു ഡിസിഷൻ എടുക്കാൻ കഴിയുന്നെങ്കിൽ ഞാൻ നിങ്ങളെ വിളിക്കും യു ആർ എ ക്രിസ്ത്യൻ. നിങ്ങളാണൊരു യഥാർത്ഥ ക്രിസ്ത്യാനി, നിങ്ങളാണൊരു യഥാർത്ഥ ക്രിസ്തുവിൻ്റെ അനുഭാവി. അല്ലാത്ത പക്ഷം കൂട്ടത്തിൽ പാട്ടും വെള്ളത്തിൽ പൂട്ടും ഒരു പരിപാടിയാണെങ്കിൽ നോ 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 നോ. എല്ലാവരും വണങ്ങുമ്പോഴും, എല്ലാവരും ലോകത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ പുറകെ പോകുമ്പോഴും നോ, ഐ വിൽ നോട്ട്. 3 പേരുടെ ഡിസിഷൻ ആ രാജ്യത്തെ ദൈവത്തെങ്കിലേക്ക് തിരിക്കാൻ കാരണമായി തീർന്നു. ക്രിസ്തുവിന് വേണ്ടി സ്റ്റേണായിട്ട് നിങ്ങൾ നിൽക്കുമെങ്കിൽ, ക്രിസ്തുവിന് വേണ്ടി നിങ്ങൾ സ്റ്റേബിളായിട്ട് നിൽക്കുമെങ്കിൽ, ഉറച്ചു നിൽക്കുമെങ്കിൽ
നിങ്ങളിൽ കൂടി രാജ്യങ്ങളെ പിടിക്കുവാൻ എൻ്റെ ദൈവം തൻ്റെ കരത്തെ നീട്ടുവാൻ തയ്യാറാകും. നോഹ ദൈവത്തിന് വേണ്ടി നിന്നു. അടുത്തൊരു ജനറേഷൻ നോഹയിൽ നിന്ന് പുറപ്പെടാനിടയായി തീർന്നു. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവ് ദൈവത്തിന് വേണ്ടി നിന്നു. അവരിലൂടെ ഒരു രാജ്യത്തെ ദൈവം പിടിക്കാനിടയായി തീർന്നു. എല്ലാവരും ദാനിയേലിന് വിരോധമായിട്ട് രേഖ എഴുതി. പക്ഷെ എന്നിട്ടും ദാനിയേൽ പ്രാർത്ഥിച്ചു, ദൈവത്തെ ആരാധിച്ചു. ആ ഒരൊറ്റ മനുഷ്യനിലൂടെ ദൈവം ആ രാജ്യത്തെ തന്നിലേക്ക് തിരിക്കാനിടയായി. നിങ്ങൾ എടുക്കുന്ന ഒരൊറ്റ ഡിസിഷൻ, യേശുവിന് വേണ്ടി നിൽക്കാൻ, കർത്താവിന് വേണ്ടി നിൽക്കാൻ. ഏത് സാഹചര്യത്തിനകത്തും എനിക്കെൻ്റെ യേശു മാത്രം മതിയെന്ന് പറയാൻ ഒരു ഡിസിഷൻ എടുക്കാൻ നിങ്ങൾ തയ്യാറാകുമെങ്കിൽ നിങ്ങളെ ഒരു അത്ഭുതമാക്കി മാറ്റാൻ എൻ്റെ യേശുവിന് കഴിയും. എല്ലാവരുടെ കണ്ണുകൾ ഒരു നിമിഷം അടയട്ടെ. പരിശുദ്ധാത്മാവ് നമ്മളോട് ചോദിക്കുന്നൊരു കാര്യം, നിങ്ങൾ എനിക്ക് വേണ്ടി നിൽക്കാൻ തയ്യാറാണോ? ഈ ലോകം ഇന്ന് കണ്ടില്ലേ, എല്ലാവരും പാപത്തിൻ്റെ പുറകെയാ, എല്ലാവരും തെറ്റിൻ്റെ പുറകെയാണ്. കൂട്ടുകാരായിക്കൊള്ളട്ടെ, ഒരുപാട് ദൈവഹിതമല്ലാത്ത ബന്ധങ്ങൾ, ഒരുപാട് പാളിച്ചകൾ, ഒരുപാട് വീഴ്ചകൾ, എവിടെയെങ്കിലും തെറ്റിപ്പോയെന്നൊരു ബോധ്യം ഉണ്ടായി, തെറ്റായ തീരുമാനങ്ങൾ, അയ്യോ ഞാനത് ടേസ്റ്റ് ചെയ്തു പോയി, ഞാൻ രുചിച്ചു നോക്കിപ്പോയി, ഞാൻ അറിയാതെ ടെക്സ്റ്റ് ചെയ്തു പോയി, ഞാൻ അറിയാതെ സംസാരിച്ചു പോയി, പക്ഷേ എവിടെയൊക്കെയോ കുടുങ്ങിക്കിടക്കുന്നത് പോലെ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് അവിടെയുണ്ട്. ആത്മാവുള്ളടുത്ത് സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങളെ സ്വാതന്ത്ര്യത്തിൽ നയിക്കുവാൻ പരിശുദ്ധാത്മാവ് സന്നദ്ധനാണ്. ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ, ഹൃദയത്തിലൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ഈ ലോകത്തിൻ്റെ പ്ലഷേഴ്സിൻ്റെ പിറകെ ഓടാനല്ല, ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങളുടെയും ആഗ്രഹങ്ങളുടെയും ഇച്ഛകളുടെയും ഇഷ്ടങ്ങളുടെയും പുറകെ പോകാനല്ല. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവിനെ പോലെ എൻ്റെ കർത്താവിന് വേണ്ടി നിൽക്കാൻ എനിക്കൊരു ഹൃദയം ആവശ്യമാണെന്ന്. ഹല്ലേലൂയ, എനിക്കൊരു ഹൃദയം ആവശ്യമാണെന്ന് ആഗ്രഹമുള്ള കുട്ടികളെല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, അങ്ങേക്ക് വേണ്ടി നിൽക്കാൻ, സ്ട്രോങ് ആയി നിൽക്കാൻ, സ്റ്റേബിളായിട്ട് നിൽക്കാൻ എനിക്കൊരു ഹൃദയം ആവശ്യമാണപ്പാ. എല്ലാവരും പോകുന്നതിൻ്റെ പുറകെ പോകാനല്ല, എല്ലാവരും ചെയ്യുന്നത് പോലെ ചെയ്യാനല്ല, എൻ്റെ കൂട്ടുകാരന്മാരും ചെയ്യുന്നത് പോലെ ചെയ്യാനല്ല, അവർ പറയുന്നത് പോലെ പറയാനല്ല, മറിച്ച് എൻ്റെ യേശുവിൻ്റെ മകനായി നിൽക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്ന് താല്പര്യമുള്ള കുട്ടികൾ, അങ്ങനെ പ്രാർത്ഥിക്കുന്ന കുട്ടികളുടെ കരമങ്ങളൊക്കെ ഒരു നിമിഷം ദൈവസന്നിധിയിൽ വരട്ടെ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. ഒരുപാട് പാസ്റ്റേഴ്സ് ഇവിടെയുണ്ട്, ഒരുപാട് ദൈവദാസിമാർദാസന്മാരിവിടെയുണ്ട്. യേശുവിന് വേണ്ടി നിൽക്കാൻ, എനിക്ക് യേശുവിന് വേണ്ടി നിൽക്കണമെന്ന് നിങ്ങളെടുക്കുന്ന ഒരൊറ്റ തീരുമാനം മതി കേട്ടോ. രാജ്യങ്ങളെ നിങ്ങളുടെ കരങ്ങളിൽ എൻ്റെ കർത്താവിന് തരാൻ യേശുവിൻ്റെ നാമത്തിൽ. കർത്താവിൻ്റെ വലിയ സാന്നിധ്യം ഞാനിവിടെ തിരിച്ചറിയുകയാണ്. ടീച്ചേഴ്സുമാരെല്ലാവരും, കർത്തദാസന്മാരെല്ലാവരും അവരുടെ ആ സ്ഥാനങ്ങളോട് നിമിഷം ഒന്ന് എഴുന്നേറ്റ് നാട്ടെ. നമ്മൾ ഈ കുട്ടികളെ പ്രാർത്ഥിച്ച് ബ്ലസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അവരെ ഏത് വിധനെയും തകർത്ത് കളയുവാൻ അലറുന്ന സിംഹം എന്ന പോലെ പിശാച് ചുറ്റി നടക്കുകയാണ്. പക്ഷേ അവർ തെറ്റിപ്പോകാതെ, അവർ തകർന്നു പോകാതെ അവരെ പിടിച്ചു നിർത്താൻ, അവരെ രക്ഷിക്കാൻ ദൈവത്തിൻ്റെ ദൂതന്മാർ അവർക്ക് ചുറ്റും പാളയം ഇറങ്ങുന്ന പകലായി ഇത് മാറട്ടെ. അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ സ്ട്രോങ് ആയിട്ട് യേശുവിന് വേണ്ടി നിൽക്കാൻ ഒരു തീരുമാനമെടുക്കുന്ന പകലായി. നിങ്ങൾ എടുക്കുന്ന തീരുമാനം നിങ്ങൾ മുഖാന്തരം നിങ്ങളെ രാജ്യങ്ങളെ പിടിക്കുന്നവരാക്കി മാറ്റാൻ എൻ്റെ യേശുവിന് കഴിയും. യേശുവിൻ്റെ നാമത്തിൽ ടീച്ചേഴ്സുമാരെല്ലാം ശക്തമായിട്ടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും ശക്തമായിട്ടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ഈ കരങ്ങൾ ഉയർന്നിരിക്കുന്ന കുഞ്ഞുങ്ങൾ അവർ ക്രിസ്തുവിന് വേണ്ടി നിൽക്കുന്നവരായി മാറട്ടെ. ജീവിതത്തിൻ്റെ ഏത് പരിതസ്ഥിതികളിലും, ഏത് പ്രതിസന്ധികളിലും, എത്ര പ്രിയപ്രഷർ ഉണ്ടായാലും, എത്ര ടെംപ്റ്റേഷൻ ഉണ്ടായാലും, എത്ര അവരെ പിൻപോട്ട് വലിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായാലും, അവരുടെ വിശ്വാസത്തിനും അവരുടെ വിശ്വാസ പ്രമാണങ്ങൾക്കും വിപരീതമായി എന്തൊക്കെ സംഭവിച്ചാലും യേശുവിന് വേണ്ടി നിൽക്കാൻ ഇവിടെ ഒരു പ്രത്യേക അഭിഷേകത്തെ പരിശുദ്ധാത്മാവേ അങ്ങ് പകരണമേ. ശക്തമായിട്ട് പ്രാർത്ഥിച്ചാട്ടെ. അങ്ങനെ കരങ്ങൾ ഉയർത്ത കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് ശക്തമായിട്ട് പ്രാർത്ഥിച്ച. കർത്താവേ, അങ്ങേക്ക് വേണ്ടി നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എവിടെയെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും അരുതാത്തത്തിൽ കൈവച്ചിട്ടുണ്ടെങ്കിൽ, ടേസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, അയ്യോ അവരുമായിട്ട് തൊട്ടിട്ടുണ്ടെങ്കിൽ, പിടിച്ചിട്ടുണ്ടെങ്കിൽ, സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, ടേസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, കണ്ടുപോയിട്ടുണ്ടെങ്കിൽ, യേശുവിനോട് പറ, യേശുവപ്പാ എന്നോട് ക്ഷമിക്കണമേ. ഇന്ന് പകൽക്കാലം ഞാൻ മടങ്ങി വരികയാ. അങ്ങേക്ക് വേണ്ടി നിൽക്കാൻ, അങ്ങേക്ക് വേണ്ടി മാത്രം നിൽക്കാൻ എനിക്ക് അങ്ങയുടെ കൃപ ആവശ്യമാ.
നിങ്ങളെ രാജ്യങ്ങളെ പിടിക്കുന്നവരാക്കി മാറ്റാൻ എൻ്റെ യേശുവിന് കഴിയും. ഈ VBSനകത്തിരുന്നായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ ഈ ദൈവശബ്ദം കേൾക്കുന്നത്. പക്ഷേ നാളെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ നാളുകളിലേക്ക് നോക്കി ഞാൻ ആത്മാവെ വിളിച്ചു പറയാം, നിങ്ങളെ രാജ്യങ്ങളെ പിടിക്കുന്നവരാക്കി മാറ്റാൻ എൻ്റെ യേശുവിന് കഴിയും. ഈ കാലഘട്ടത്തിൽ എൻ്റെ ദൈവം തിരയുന്നത് അന്യഭാഷ പറയുന്ന ഒരുവനെയല്ല, പ്രവചിക്കുന്ന ഒരുവനെയല്ല, അയ്യോ തുള്ളിച്ചാടുന്ന ഒരുവനെയല്ല, മറിച്ച് ദൈവത്തിന് വേണ്ടി നിൽക്കാൻ കഴിയുന്ന തങ്കലേഖ്രാഗ്ര ചിത്രന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കാൻ വേണ്ടി അവന്റെ കണ്ണ് ഊടാടി സഞ്ചരിക്കുകയാ. ആരുണ്ട് ഇവിടെ എന്റെ യേശുവിന് വേണ്ടി നിൽക്കാൻ? യേശുവിൻ്റെ നാമത്തിൽ ആരുണ്ടിവിടെ ഒരു നമുക്ക് മുഖംമൂടികളൊന്നും വേണ്ടെന്ന്. മാതാപിതാക്കളുടെ മുമ്പിൽ ചർച്ചിൽ വരുമ്പോൾ ഒരു മുഖംമൂടി, നോ നോ നോ, നമുക്ക് മുഖംമൂടികളൊന്നും വേണ്ട. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും നമ്മുടെ രഹസ്യമായ ജീവിതത്തിലും നമ്മുടെ പരസ്യമായ ജീവിതത്തിലും നമുക്കൊരൊറ്റ മുഖം മതി. അത് ക്രിസ്തുവിൻ്റെ മുഖമായി മാറട്ടെ, അത് ക്രിസ്തുവിൻ്റെ ഭാവമായി മാറട്ടെ. ദൈവഹിതമല്ലാത്ത എല്ലാ സ്വഭാവങ്ങളും എല്ലാ ചേഷ്ടകളും എല്ലാ പ്രവർത്തികളെയും ഈ തലമുറയിൽ നിന്ന് ഞങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ പകൽക്കാലം ഞങ്ങൾ അതിനെ ക്യാൻസൽ ചെയ്യുകയാണ്. യെസ്, ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. കർത്താവ്, ഞങ്ങൾ ഈ കുട്ടികളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ക്രിസ്തുവിന് വേണ്ടി നിൽക്കാൻ ഒരു തീരുമാനം ഇവിടെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് പകർന്നതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഇവരെ ദൈവം അധികമായ അഭിഷേകത്താൽ ദൈവം നിറയ്ക്കും. നാളെയുടെ നീളകളിൽ ഇന്നിവരെടുത്ത തീരുമാനത്തിൻ്റെ ഒരു പ്രവൃത്തി കാണുവാൻ രാജ്യങ്ങളെ പിടിക്കുന്നവരാക്കി ഇവരെ ദൈവം മാറ്റണം. ഒരു റെയ്നാഡ് ബോങ്കയെ പോലെ, ഒരു എഡസ് കഡറിനെ പോലെ, ഒരു ബില്ലി ഗ്രഹാമിനെ പോലെ, ഒരു ഡേവിഡ് ലിവിങ്സ്റ്റണിനെ പോലെ ഇവർ രാജ്യങ്ങളെ പിടിക്കുന്നവരായി, രാഷ്ട്രങ്ങളെ പിടിക്കുന്നവരായി ഈ ഒരു ജനറേഷൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറട്ടെ. Lord, we bless them in your mighty name. And everybody say amen. Amen. കൊടുമൺ UPFന്റെ VBS ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എക്സൽ VBS 2024 വ്യത്യസ്തമായ ഏജൻ തീമുമായിട്ട് ബന്ധപ്പെടുത്തി ഞങ്ങൾക്ക് ഇവിടെ കടന്നു വരാൻ ദൈവം സഹായിച്ചു. നമ്മുടെ കൊടുമണ്ണിലെ ചർച്ചിലെ പാസ്റ്റർ ഇവിടെ ഉണ്ട്. പാസ്റ്റർ, എന്താണ് VBSനെ പറ്റി പറയാനുള്ളത്? വളരെ സന്തോഷമുണ്ട്. കൊടുമൺ കേന്ദ്രമായി കഴിഞ്ഞ 23 വർഷമായി പ്രവർത്തിക്കുന്ന യുണൈറ്റഡ് പെന്തക്കോസ്റ്റ് ഫെലോഷിപ്പിൻ്റെ പ്രവർത്തനം, അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ 2 വർഷങ്ങളിൽ ഞങ്ങൾക്ക് VBS നടത്തുവാൻ കർത്താവ് കൃപ ചെയ്തു. ഈ വർഷവും നമ്മുടെ എക്സൽ മിനിസ്ട്രീസിനുള്ള ബന്ധത്തിൽ VBS നടത്തുവാൻ ഇന്നലെ വളരെ നമ്മുടെ ആവേശകരമായ ഉദ്ഘാടനം ഇന്നലെ നമ്മളിവിടെ നടത്തി. ആ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ക്ലാസ്സുകളും പാട്ടുകളും ആക്ഷൻ സോങ്ങുകളും മറ്റുള്ള ക്രയോൺ വർക്കുകൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ വളരെ അനുഗ്രഹമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ നടക്കുന്ന ഈ VBS വളരെ ആവേശത്തോടാണ് കുഞ്ഞുങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. ഈ പ്രാവശ്യം എക്സൽ മിനിസ്ട്രീസിനെ 2 കരങ്ങളും സ്വീകരിച്ചാണ് ഈ കൊടുമൺ UPFിലുള്ള കുഞ്ഞുങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. കാരണം ഈ വർഷത്തെ എക്സലിൻ്റെ തീം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു തീമാണ് ഏജൻ. അത് ഈ കാലഘട്ടത്തിന് ആവശ്യമായ ഒരു വിഷയം എക്സൽ മിനിസ്ട്രീസ് കണ്ടെത്തിയതിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ 6 ദിവസങ്ങൾ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു പ്രോഗ്രാം ക്രമീകരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങൾക്ക് ഗെയിമുകൾ, പപ്പറ്റ് ഷോയ്, അതുപോലെ തന്നെ മാജിക് ഷോ, അവയർനെസ് ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അനവധി സമ്മാനങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസത്തിൻ്റെ വലിയ പ്രത്യേകതയുണ്ട്. ഇന്ന് നമ്മുടെ എക്സലിലെ ഫണ്ണി ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് വളരെ സന്തോഷമായിരുന്നു, അനുഗ്രഹമായിരുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. എക്സൽ മിനിസ്ട്രീസിൻ്റെ ഡയറക്ടേഴ്സിനോട് എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള ഞങ്ങളുടെ UPFൻ്റെ പേരിലുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലകളിൽ രാജ്യവ്യാപകമായിട്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ വിശാലമാകട്ടെ. അനേക കുഞ്ഞുങ്ങളെ കർത്താവിന് വേണ്ടി നേടുവാൻ ദൈവം നമ്മുടെ മിനിസ്ട്രിയെ ഉപയോഗിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എക്സലിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പ്രവർത്തകർക്കും ഞങ്ങളുടെ അഭിതമായ നന്ദിയും പ്രോത്സാഹനവും അറിയിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും നിങ്ങളോടൊപ്പം ഉണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. 100-ലധികം കുട്ടികൾ പങ്കെടുക്കുന്ന കൊടുമൺ UPFന്റെ VBS അനുഗ്രഹമായിട്ട് മുൻപോട്ട് പോവുകയാണ്. വളരെ എക്സൈറ്റഡ് ആണ് ഇവിടെയുള്ള കുട്ടികളും ഇവിടുത്തെ പാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ളവർ. ഇരു കൈ നീട്ടിയാണ് എക്സൽ VBSനെ അവർ സ്വീകരിച്ചിരിക്കുന്നത്. പ്രത്യേകം ഈ വർഷം എക്സൽ VBS കൊണ്ടുവന്ന തീം എല്ലാവരെയും വളരെ സന്തോഷത്തിലാക്കി. AI ജൻ, ഓതന്റിക് ഇന്റലിജൻസ്
ജൻ. അതാണ് ഈ വർഷത്തെ തീം. അത് തന്നെ കുട്ടികളിലേക്ക് ഒരുപാട് വ്യത്യസ്തമായ ചിന്തകളും ആശയങ്ങളും കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ താങ്ക് യു എക്സൽ, താങ്ക് യു ജീസസ്. മറ്റൊരു കാര്യം കൂടി, നമ്മൾ കുട്ടികളുടെ ഇടയിലേക്ക് പോവുകയാണ്. ഞാൻ പറയുന്നതിനേക്കാളും ഉപരിയായിട്ട് അവർക്കാണ് നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ പങ്കുവെക്കേണ്ടതായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് പോകാം. കുഞ്ഞുങ്ങളോട് ചോദിക്കുക എങ്ങനെ ഉണ്ടായിരുന്നു VBS. സോ കുഞ്ഞുങ്ങളെ ഈ വർഷത്തെ VBS എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് നല്ല പാട്ടുകളും നല്ല ഡാൻസ് ഒക്കെ കളിക്കാൻ പറ്റും. ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ പരീക്ഷയുടെ ആ സ്ട്രെസ്സൊക്കെ മാറ്റാൻ പറ്റും. ഒരുപാട് താങ്ക്സ് ഉണ്ട്. നമുക്ക് നല്ലൊരു VBS നടത്തിയതിന് വളരെ താങ്ക്സ് ഉണ്ട്. ഈ വർഷത്തെ എക്സൽ VBS നല്ല വൈബായിരുന്നു, കൊള്ളായിരുന്നു. പിന്നെ ഫ്രീ ആയി ഇഷ്ടപ്പെട്ടെ ബണ്ണി വന്നതൊക്കെ ഇഷ്ടപ്പെട്ടു. പിന്നെ വാക്യം പഠിപ്പിച്ചു. ഫ്രീ ആയിട്ട് എല്ലാം ചെയ്യാനൊക്കെ പറ്റി. ഈ വട്ടത്തെ എക്സൽ VBS നല്ലതായിരുന്നു. നല്ല എൻജോയ് ചെയ്യാൻ പറ്റി. പരീക്ഷ ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാം നല്ല വൈബായിരുന്നു. ഇച്ചിരി ഫ്രീ ആയില്ലേ ഞങ്ങൾ? പാട്ടുകൾ ഇഷ്ടപ്പെട്ടു? എക്സൽ പാട്ടുകൾ ഇഷ്ടപ്പെട്ടായിരുന്നോ? ഓക്കെ. സിന്ധു ടീച്ചറുണ്ട്. സിന്ധു ടീച്ചർ ഇവിടെ കുഞ്ഞുങ്ങളെ ക്ലാസ് എടുക്കുന്നു. ടീച്ചറെ എങ്ങനെ ഉണ്ടായിരുന്നു ഈ വർഷത്തെ VBS? ഈ വർഷത്തെ VBS സൂപ്പർ ആയിരുന്നു. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഇവിടെ ഡയറക്ടേഴ്സ് ആയിട്ട് വന്ന ജബ്ബർ സാറ്, ജോഷി സാറ്, ഇവര് സൂപ്പർ ആക്ടിവിറ്റീസ്, ഗെയിംസുകൾ, നല്ല പാട്ടുകളൊക്കെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു. അത് കുട്ടികൾക്കും ഞങ്ങൾ ടീച്ചേഴ്സിനും നല്ല എനർജറ്റിക് ആയിരുന്നു. വീണ്ടും അവർ ഞങ്ങളെ അടുത്ത വർഷവും വന്ന് പഠിപ്പിക്കണം എന്ന് ഞങ്ങൾക്ക് വലിയ ആഗ്രഹമുണ്ട്. ഞങ്ങളുടെ കുട്ടികളെല്ലാം സൂപ്പർ ആയിരുന്നു. അവര് സൂപ്പർ ബോയ്സും വണ്ടർ ഗേൾസും നല്ല ആക്റ്റീവായിട്ട് തന്നെ ഗെയിമുകളൊക്കെ പങ്കെടുത്തു. നല്ല സ്കോറുകളൊക്കെ അവർ എടുക്കാൻ ദൈവം കൃപ ചെയ്തു. ദൈവം ഈ എക്സൽ VBSനെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക്. ഈ വർഷത്തെ എക്സൽ VBS ടീം എങ്ങനെ ഉണ്ടായിരുന്നു? ടീം നല്ലതായിരുന്നു. AI ജെൻ, അതുപോലെ തന്നെ ഓരോ ദിവസത്തെ വാക്യങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്ക് അവർ പറയാനെ കൊണ്ട് നന്നായിട്ട് പഠിച്ചു. നല്ല എനർജറ്റിക് ആയിരുന്നു. ഒന്നും പറയാനില്ല. സൂപ്പർ. താങ്ക് യു സോ മച്ച്. നമ്മുടെ കൂടെ ചില ഫ്രണ്ട്സ് ഉണ്ട്. ഫ്രണ്ട്സ് ഞങ്ങൾ ചോദിക്കാം ഈ വർഷത്തെ എങ്ങനെ ഉണ്ടായിരുന്നു VBS. സോ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഈ വർഷത്തെ എക്സൽ VBS? ഈ വർഷത്തെ VBS നല്ലതായിരുന്നു. നല്ല എന്റർടൈൻമെന്റ് ഒക്കെ ആയിരുന്നു. ഞങ്ങൾ വീട്ടിൽ ബോറടിച്ചിരുന്ന സമയത്തൊക്കെ ആയിരുന്നു VBSനെ പറ്റി അറിഞ്ഞത്. ആദ്യം വരെ ഇച്ചിരി മടിയൊക്കെ ആയിരുന്നു. പിന്നെ ഇവിടെ വന്നപ്പം തീരല്ലേന്നൊക്കെ വന്നു. അടിപൊളിയായിരുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും എക്സൽ VBS പാട്ട്, ആക്ഷൻ സോങ്, പിന്നെ ഇന്ന് ബണ്ണി വന്നായിരുന്നു. ബണ്ണി ഒത്തിരി എൻജോയ്മെന്റ് ആയിരുന്നു. സോ കുഞ്ഞുങ്ങളെല്ലാവരും പറയുന്നു സൂപ്പർ ആയിരുന്നു. സോ താങ്ക് യു സോ മച്ച്. നമ്മുടെ കൂടെ ഡോണർ ടീച്ചർ ഉണ്ട്. സോ ടീച്ചർ ഈ വർഷത്തെ VBS എങ്ങനെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു, നല്ലതായിരുന്നു. നിങ്ങൾ ആ ഒരു സർക്കുലറിൽ പറഞ്ഞ പോലെയല്ല, പിള്ളേർക്ക് എക്സൈറ്റ്മെന്റ് ആകുന്ന രീതിയിലാണ് എല്ലാ ആക്ടിവിറ്റീസും ചെയ്തിട്ടുള്ളത്. അല്ലാതെ ഇപ്പോൾ ബൈബിളിലെ കാര്യങ്ങൾ മാത്രമല്ല, അതിലൂടെ എക്സ്ട്രാ കാര്യങ്ങൾ കൂടെ അവർക്ക് ഒരു ആക്ടിവിറ്റി മാതിരി എക്സൈറ്റ്മെന്റ് കൂടെ ആണ് നിങ്ങൾ ഓരോരുത്തരും ചെയ്യുന്നത്. അവർക്ക് ബോറടി ഇല്ല. പിന്നെ അതുപോലെ തന്നെ ഓരോ ഗെയിംസ് ഒക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇവർക്കും ഭയങ്കര എൻജോയ്മെന്റ് ആണ്. അപ്പോൾ അത് കാണും നമുക്കും ബോറടിയില്ല. ടീച്ചേഴ്സിനായാലും ഭയങ്കര എൻജോയ്മെന്റ് ആണ്. നല്ല രീതിയിൽ ഇനിയും തുടർന്നുള്ള ദിവസം മുന്നോട്ടുണ്ട്. ദൈവം സഹായിക്കട്ടെ. എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടുത്തെ കുഞ്ഞുങ്ങൾ? എല്ലാവരും നല്ലതാണ്. ഇപ്പം വന്നതിലും കുഞ്ഞുങ്ങൾ ഇപ്പോൾ കൂടിക്കൂടി വരുന്നുണ്ട്. മറ്റുള്ള കുഞ്ഞുങ്ങൾ ഇതുപോലെ മറ്റുള്ളവർക്ക് പോയി പറയുമ്പം അവർക്കും അറിയാം ഇങ്ങനെയാണ്, നമുക്ക് ബോറടിയൊന്നും ഇല്ല, നല്ല എൻജോയ്മെന്റ് ഉണ്ട്. നിങ്ങളും എല്ലാവരും നല്ല ആക്റ്റീവായിട്ടായിരുന്നു. ഈ വർഷത്തെ നമ്മുടെ VBSന്റെ തീം എങ്ങനെ ഉണ്ടായിരുന്നു? തീമും നല്ല അടിപൊളിയായിരുന്നു. എല്ലാ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു സപ്പോർട്ടീവ്, ഒരു സെലക്റ്റീവ് തീമായിരുന്നു ഈ വർഷത്തേത്. താങ്ക് യു സോ മച്ച്. ഈ പ്രാവശ്യം ഇവിടെ കൊടുമൺ UPFന്റെ പ്രവർത്തനത്തിൽ നിങ്ങൾ ടീമായിട്ട് വന്ന് പ്രവർത്തിക്കുന്ന ഈ ആത്മീയ പ്രവർത്തനങ്ങൾ വളരെ സന്തോഷമാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ ഞങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ കഴിഞ്ഞ ഒറ്റ ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അവർക്ക് വലിയ അനുഗ്രഹമുണ്ട്. അവരാണ് മറ്റുള്ളവരെ കൂടി കൂട്ടിക്കൊണ്ടുവരുന്നത്. ശുശ്രൂഷകന്മാരായിരിക്കും ഞങ്ങളുടെ ഇടയിലും ഏക അഭിപ്രായമുള്ളത്, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ മേത്തരമായും അത്യുത്തരം അനുഗ്രഹമായി തീരേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ഓരോ താമസമെങ്കിൽ അനേക രാജ്യങ്ങളിലും നിങ്ങൾ നിമിത്തമായിട്ട്, ടീമിൻ്റെ പ്രവർത്തന നിമിത്തമായിട്ട് ശക്തമായിരിക്കുന്ന ആത്മീയ പ്രവൃത്തി വരും തലമുറയിൽ വെളിപ്പെടുവാനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കും. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൊടുമൺ യുണൈറ്റഡ് പെന്തക്കോസ്റ്റ് ഫെലോഷിപ്പുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന VBS കഴിഞ്ഞ വർഷം ഇതേ നിലയിൽ തന്നെ കൊടുമൺ യുണൈറ്റഡ് പെന്തക്കോസ്റ്റ് ഫെലോഷിപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ VBS നടന്നു. അത് വളരെ സക്സസ്ഫുൾ ആയിരുന്നു. അതിൻ്റെ വെളിച്ചത്തിലാണ് വീണ്ടും ഈ രണ്ടാമത് VBS നടത്താൻ ദൈവം കൃപ ചെയ്തത്. പ്രത്യേകിച്ച് യുണൈറ്റഡ് പെന്തക്കോസ്റ്റ് ഫെലോഷിപ്പ് കൊടുമൺ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന പ്രവർത്തനം വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ സമൂഹത്തിനും ഇവിടെയുള്ളതായ സഭകൾക്കും വലിയൊരു അനുഗ്രഹമാണ്. പ്രത്യേകിച്ച്
വളർന്നു വരുന്ന തലമുറകൾക്ക്, ലക്ഷ്യബോധം നഷ്ടപ്പെട്ട് വളർന്നു വരുന്നതായ തലമുറകൾക്ക് ലക്ഷ്യം കാണിച്ചു കൊടുക്കുന്ന, അല്ലെങ്കിൽ ശരിയായ ഒരു ദിശ കാണിച്ചു കൊടുത്ത് അവരെ ഒരു മാർഗ ദിശയിലേക്ക് നയിക്കുവാൻ വേണ്ടി വെക്കേഷൻ ബൈബിൾ ക്ലാസ് മുഖാന്തരമായി തീരുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. നമുക്കറിയാം, ഇന്ന് സമൂഹത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ ചെറിയ പ്രായം മുതൽ, ചെറിയ ടീനേജ് മുതൽ മദ്യത്തിനും മയക്കുമരുന്നുകൾക്കും അതുപോലെ ലഹരി പദാർത്ഥങ്ങൾക്കും അടിമപ്പെട്ട കുഞ്ഞുങ്ങൾ ലക്ഷ്യം തെറ്റിപ്പോകുന്ന അവസ്ഥയാണ്. എന്നാൽ വെക്കേഷൻ ബൈബിൾ ക്ലാസ് മുഖാന്തരം അവർക്ക് ശരിയായ ഒരു ദിശ, വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നത് പോലെ ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കാം. നടക്കുന്ന വഴിയിലാണ് ഇന്ന് പലരും മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ അഭ്യസിപ്പിക്കുന്നത്. എന്നാൽ നടക്കേണ്ടുന്ന വഴി, ഏത് ദിശയിൽ കൂടെ പോകണം, ഏത് വഴിയിലൂടെ പോകണം, എങ്ങനെ പോയാൽ ലക്ഷ്യബോധത്തിലെത്താം, സമൂഹത്തിനും മനുഷ്യർക്കും എങ്ങനെ മറ്റുള്ളവർക്ക് പ്രയോജനമുള്ളവരായി തീരും എന്നുള്ളതിനെക്കുറിച്ചുള്ളതായ ശരിയായ ഒരു ബോധവൽക്കരണം കുഞ്ഞുങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് കൊടുമൺ യുണൈറ്റഡ് പെന്തക്കോസ്റ്റ് ഫെലോഷിപ്പിൻ്റെ പ്രധാനപ്പെട്ട VBS കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് സർവശക്തനായ ദൈവം എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും ചൊരിയട്ടെ എന്ന് യുണൈറ്റഡ് പെന്തക്കോസ്റ്റ് ഫെലോഷിപ്പ് കൊടുമണിൻ്റെ ഒരു കൺവീനർമാരിൽ ഒരാളെന്ന നിലയിലും മീഡിയയുടെ പ്രവർത്തകൻ എന്ന നിലയിലും എല്ലാ ആശംസകളും അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലസ് യു. ഈ പ്രവർത്തനങ്ങൾ വളരെ അനുഗ്രഹമായി നടക്കുന്നു. എക്സൽ മിനിസ്ട്രീസിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരോടും നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന ഞങ്ങൾ ചോദിക്കുകയാണ്. ഈ ദേശത്തുള്ള പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുവാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. അതോടൊപ്പം ഞങ്ങളുടെ UPFന്റെ പ്രവർത്തനങ്ങളെ ഓർത്തും പ്രാർത്ഥിക്കുക. ആത്മീയ ആരാധനയ്ക്കും കൂട്ടായ്മയ്ക്കും ആരെങ്കിലും കടന്നു വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിനുള്ള അവസരങ്ങൾ ഞങ്ങളുടെ വാഴമുട്ടത്തുള്ള സഭകൾ, ഞങ്ങളുടെ UPFലുള്ള സഭകൾ ദൈവമക്കൾക്ക് ഒരുക്കുന്നുണ്ട്. അതിലേക്ക് ഏവരെയും ഞങ്ങൾ കർത്തനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.